ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീൻ ചെയ്യണം. സ്റ്റോക്കിലേക്ക് ചെയ്യുന്നവർക്ക് ഇൻട്രാഡേ ആയിക്കോട്ടെ പൊസിഷനിലായിക്കോട്ടെ നമുക്ക് മെയിനായിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് മോർണിംഗിൽ എടുക്കുന്ന സ്റ്റോക്കിലെ ട്രേഡുകളാണ്. അതായത് ഒരുപാട് സ്റ്റോക്കുകൾ ഏത് സ്റ്റോക്കിൽ ചൂസ് ചെയ്യണം, അതേപോലെ ഏത് സ്റ്റോക്കിൽ ഇന്ന് പ്രോഫിറ്റ് കിട്ടും, അതേപോലെ നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് ചിലപ്പോൾ പെർഫോമൻസ് കാണിച്ചും തരില്ല, അല്ലാത്ത സ്റ്റോക്കിൽ പെർഫോമൻസ് നമുക്ക് ആക്ച്വലി മാർക്കറ്റ് കഴിഞ്ഞ് പോയിട്ടായിരിക്കും നമ്മൾ പെർഫോമൻസ് കാണുന്നത്. അപ്പോൾ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരുപാട് സ്റ്റോക്കിൽ നമ്മൾ നോക്കാതെ സെലക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ള സ്റ്റോക്കുകൾ പാസ്റ്റ് പെർഫോമൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് സ്കാനർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാഡേ ആയിക്കോട്ടെ പൊസിഷനിലായിക്കോട്ടെ കറക്റ്റ് മൊമെൻറ്റ് നമുക്ക് ആ സോഫ്റ്റ്വെയർ പെർഫെക്റ്റ് പോയിന്റ് നമുക്ക് കാണിച്ചു തരും. അവിടെ ബ്രേക്കൗട്ട് പോകുന്ന ലെവൽ വെച്ച് കറക്റ്റ് കണ്ടുപിടിക്കാനും നമുക്ക് കറക്റ്റ് ട്രേഡ് എടുക്കാനും സാധിക്കും. അതിന് നമുക്ക് വേണ്ടത് ഒരുപാട് സ്റ്റോക്കിൽ ചൂസ് ചെയ്യാതെ പാസ്റ്റ് പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കിൽ മാത്രം പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു 5 സ്റ്റോക്കാണ്. ഈ 5 സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ മിക്കവാറും ഞാൻ ഡെയിലി വാച്ച് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഇത് ഇൻട്രാഡേ ആയിക്കോട്ടെ പൊസിഷൻ ആയിക്കോട്ടെ മിക്കവാറും പെർഫോമൻസ് തരുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ബി എൽ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ആയിക്കോട്ടെ പൊസിഷൻ ആയിക്കോട്ടെ മിക്കവാറും പെർഫോമൻസ് പാസ്റ്റ് പെർഫോമൻസിലേക്ക് നോക്കുമ്പോൾ മിക്കവാറും നമുക്ക് വീക്ക്ലി പെർഫോമൻസ് ആണെങ്കിൽ മിക്കവാറും കിട്ടുന്ന നമുക്ക് റിവേഴ്സും പോകാറുണ്ട്, പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ഡെയിലി പെർഫോമൻസ് വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. അതേപോലെ എച്ച് എൽ നോക്കുകയാണെങ്കിലും ഇതിനും നമുക്ക് അതേപോലെ പെർഫോമൻസ് മിക്കവാറും കിട്ടുന്ന സ്റ്റോക്ക് തന്നെയാണ്. നമുക്കിതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് എടുത്ത് നോക്കിയാലും മിക്കവാറും ട്രേഡ് ഇതിനകത്ത് കിട്ടാറുണ്ട്. പിന്നെ പോളിക്യാബിൽ ഇതുപോലെ തന്നെയാണ്, നമുക്ക് മിക്കവാറും പെർഫോമൻസ് തരുന്ന സ്റ്റോക്കാണ് പോളിക്യാബ്. ഇതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മിക്കവാറും പെർഫോമൻസ് കിട്ടിയ സ്റ്റോക്കാണിത്. അതേപോലെ തന്നെ എൽ&ടി സ്ഥിരം ഞാൻ വാച്ച് ചെയ്ത സ്റ്റോക്കാണ്. ഇതിനകത്ത് ഇൻട്രാഡേ ആയിക്കോട്ടെ പൊസിഷൻ ആയിക്കോട്ടെ എൽ&ടിക്ക് സ്ഥിരം പെർഫോമൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സിപ്ലായി നോക്കുകയാണെങ്കിൽ സിപ്ലായിക്ക് മിക്കവാറും പെർഫോമൻസ് നമുക്ക് മിക്കവാറും കിട്ടാറുണ്ട്. അപ്പോൾ അതേപോലെ ഈ ഒരു 5 സ്റ്റോക്കുകൾ ഞാൻ മിക്കവാറും വാച്ച് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരുപാടുണ്ട്, ACC ഉണ്ട്, പിന്നെ ഗ്ലെൻമാർക്ക്, പിന്നെ UPL, അഡാനി, റിലയൻസ്, അങ്ങനെ കുറച്ച് സ്റ്റോക്കുകളുണ്ട്. പക്ഷേ മെയിനായിട്ട് ഈ സ്റ്റോക്കിൽ ഞാൻ ഡെയിലി വാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഒരു 10 സ്റ്റോക്ക് നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ 75 സ്റ്റോക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് സ്കാനർ സെറ്റ് ചെയ്താൽ തന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് പോകുന്ന പോയിന്റ് കറക്റ്റായിട്ട് പിടിക്കാനും പറ്റും. പിന്നെ ഒരു ദിവസം സൈഡ് വേസ് ആയിട്ട് പിന്നെ ലോസ് ലിമിറ്റ് ചെയ്യാനും, പിന്നെ കൂടുതലായിട്ടും നമുക്ക് സ്റ്റോക്ക് കണ്ടിന്യൂഷൻ പോകുന്ന മാർക്കറ്റിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കൂടുതൽ റിട്ടേൺസ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ BL നമുക്ക് ആക്ച്വലി 15 മിനിറ്റ് പെർഫോമൻസ് നമുക്ക് നോക്കിയാൽ കാണാം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മാർക്കറ്റ് ഡൗൺ പോയിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് പിന്നെ ഒരു ബൈ പോയി 2 ദിവസമായിട്ട് ഇപ്പോൾ അപ്പ് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ദിവസം ഹോൾഡ് ചെയ്ത് വെച്ചവർക്ക് നമുക്ക് ആക്ച്വലി നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന സിഗ്നലാണ്, കഴിഞ്ഞ ദിവസം വന്ന് കൺഫേം ആയത് 19-ാം തീയതി വന്ന സിഗ്നൽ കൺഫേം ആയത് നമുക്ക് ആക്ച്വലി വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാർക്കറ്റ് കയറി ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണ് 400-ൽ എടുത്ത പോയിന്റാണ് ഇപ്പോൾ 421 പോയിന്റോളം കയറി നിൽക്കുകയാണ്. നല്ല റിട്ടേൺസ് ആയിരുന്നു, നല്ല പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ പൊസിഷനിലേക്കും നോക്കാൻ പറ്റിയ സ്റ്റോക്കാണ്. നമുക്ക് ആക്ച്വലി 4 അവറിന്റെ പെർഫോമൻസ് നോക്കിയാൽ കാണാം. ഇതിന് കുറച്ച് മാസങ്ങളായിട്ട് മാർക്കറ്റ് ബൈ തന്നെയാണ്, നമുക്കൊരു ഡൗൺ ട്രേഡ് ഇറങ്ങിയിട്ടില്ല. അതേപോലെ പോളിക്യാബിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ വീക്ക്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നമുക്ക് അപ്പിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഡൗൺ പോയതായിരുന്നു, പക്ഷേ ഇപ്പം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വന്ന 20th കഴിഞ്ഞിട്ട് മാർക്കറ്റ് കയറിയിരിക്കുകയാണ്. 334 പോയിന്റോളം നമുക്ക് ബൈയിൽ കയറി നിൽക്കുവാണ്. അതേപോലെ തന്നെ എൽ&ടി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം വീക്ക്ലി പെർഫോമൻസ് എൽ&ടിയുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കയറുകയായിരുന്നു. അപ്പോൾ ഇന്ന് 23-ാം തീയതി ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് നല്ല ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ഹോൾഡിങ്സ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് തന്നെയാണ്. ഇൻട്രാഡേയും ചെയ്യാം, ഹോൾഡിങ്സും ചെയ്യാം നമുക്ക് എൽ&ടിയിൽ. അതേപോലെ സിപ്ലായ്ക്ക് മിക്കവാറും ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മോർണിംഗ് ഡൗണും അതേപോലെ മാർക്കറ്റ് അപ്പും കയറിയിട്ടുണ്ട്. അപ്പം 11:29 ശേഷം മാർക്കറ്റ് ബൈ ട്രെയിനിലേക്ക് തന്നാണ്. ഓൾമോസ്റ്റ് 5 പോയിന്റോളം മാർക്കറ്റ് കയറി ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റ് കണ്ണിൽ കാണിക്കുന്ന സിറ്റുവേഷൻ എക്സിറ്റ് ചെയ്യാനാണ്. കാരണം മാർക്കറ്റ് റിവേഴ്സ് ആകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് വൈറ്റ് കളർ അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് കളറിൻ്റെ അർത്ഥം മാർക്കറ്റ് റിവേഴ്സ് ആകാൻ സാധ്യതയുണ്ടെന്നാണ്. അവിടെ പൊസിഷൻ നമുക്ക് എക്സിറ്റ് അടിക്കാം. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഫസ്റ്റ് ഞാൻ BL തന്നെ കാണിച്ചു. ഇപ്പോൾ BL ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് മാർക്കറ്റ് സെല്ല് വന്നിട്ടുണ്ട്. പക്ഷെ ആ സെല്ല് നമുക്ക് ലെവൽ അവിടെ ട്രേഡ് നമുക്ക് പിക്ക് ചെയ്യാറായിട്ടില്ല. ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന സെല്ലാണ്. അപ്പോൾ അത് ആക്ച്വലി 3 മണിക്ക് വന്നാണ്. എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റ് 3. പക്ഷേ ഈ ലെവൽ എടുക്കാറായിട്ടില്ല. കാരണം ഇവിടെ ഒരു ഇപ്പോൾ ഇതിനു മുമ്പ് സെല്ല് വന്നിട്ടുണ്ട്, ഇപ്പോഴും സെല്ല് വന്നു. ഇപ്പോൾ ഈ സെല്ല് നോക്കുകയാണെങ്കിൽ റെഡുമായിട്ട് മാച്ച് ഇല്ല. താഴെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗ്രീൻ സിഗ്നൽ തന്നെയാണ്. 3 ദിവസമായിട്ട് അവിടെ ഗ്രീൻ തന്നെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ സെൽ ട്രേഡിലേക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എൽ&ടി വെച്ച് നോക്കുകയാണെങ്കിൽ എൽ&ടിയിൽ നമുക്ക് ഇൻട്രാഡേയിൽ അവിടെ ഇന്ന് സിഗ്നൽ തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് കൺഫർമേഷൻ വന്ന ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ വന്ന സെല്ലിൽ നിന്ന് നമുക്ക് ലെവൽ കൺഫേം
ആയിട്ട് അവിടുന്ന് ട്രേഡ് പിക്ക് ചെയ്ത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൂവ്മെന്റ് ആണ് 56 പോയിന്റുകൾ ഡൗൺ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് മുമ്പ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബൈ ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ബൈ ഉണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് സെല്ല് ഇറങ്ങി. അപ്പോൾ ഡെയിലി പെർഫോമൻസ് വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ സൗണ്ട് എഫക്റ്റ് കിട്ടും, അതേപോലെ ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. ലെവൽ കൺഫേം ആയ ശേഷം എടുക്കുക. അപ്പോൾ ഇത് സെൽ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാൻഡിൽ കളറും താഴത്തെ രണ്ടും ലെവൽ ഓക്കെ ആകണം. അത് കഴിഞ്ഞാൽ അടുത്തെങ്കിലും ട്രേഡ് എടുക്കാം. അത് സെല്ല് കണ്ടിന്യൂ, അതായത് റെഡ് കണ്ടിന്യൂഷൻ നമുക്ക് സെല്ല് കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് ഇപ്പോൾ ഇടയ്ക്കുന്ന ട്രേഡ് എടുക്കുന്നവർക്ക് മാർക്കറ്റ് റിട്രേസ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു സിഗ്നൽ വന്ന് കയറി അടുത്ത റിട്രേസ്മെൻറ്റ് തിരിച്ച് മാർക്കറ്റ് പിന്നെയും കയറുമ്പോൾ അടുത്ത ട്രേഡ് ഇവിടെ പിടിക്കാം. അപ്പോൾ ഒരു ട്രേഡ് കഴിഞ്ഞ് നെക്സ്റ്റ് ട്രേഡ് എടുക്കുമ്പോൾ മാർക്കറ്റ് പകുതിക്ക് വെച്ച് എടുക്കാതിരിക്കുക, മാർക്കറ്റ് റിട്രേസ്മെൻറ്റ് പിടിക്കുക. ആ സമയത്ത് റീ എൻട്രി ലെവലായിട്ട് സോഫ്റ്റ് ഇവിടെ കാണിച്ചു തരികയും ചെയ്യും. അത് നമ്മുടെ സോഫ്റ്റ് ഈ ട്രെൻഡ് ലൈൻ, മാർക്കറ്റ് അപ് ഡൗൺസ് ലൈൻ ഇതുവഴി പിടിക്കാവുന്നതാണ്. താഴത്തെ സോണുമായിട്ട് മാച്ച് ചെയ്ത് നമുക്കറിയാം. ഇപ്പോൾ മാർക്കറ്റ് ഇവിടം വരെ കയറി ഇവിടുന്ന് തിരിച്ചിറങ്ങി പിന്നെയും കയറാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത ട്രേഡ് നമുക്ക് പിടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ HL, ഇപ്പോൾ HL ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഇപ്പം കുറച്ച് മുമ്പ് വന്ന ഡൗണിൽ നല്ല ട്രേഡ് ഉണ്ടായിരുന്നു. ഇപ്പം മോർണിംഗിൽ നല്ലൊരു ബൈ ഉണ്ടായിരുന്നു. ഇപ്പം സെല്ല് ഇപ്പോൾ രണ്ടരയ്ക്ക് ശേഷം വന്ന സെല്ലാണ്. സെല്ലിപ്പം നോക്കുകയാണെങ്കിൽ 10 പോയിന്റ് ഇറങ്ങിയിട്ടുണ്ട്, കൺഫേംഡ് ആണ്, സപ്പോർട്ട് അടിച്ചിട്ടാണ് താഴ്ത്തിറങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെ പോളിക്യാബ് പക്ഷേ നോക്കുകയാണെങ്കിൽ പോളിക്യാബിനകത്ത് ഇന്ന് വന്ന സെൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ബൈ ട്രേഡ് തന്നെയാണ്, ഇന്ന് സെൽ ട്രേഡ് വന്നിട്ടില്ല. കാരണം നമുക്ക് മാർക്കറ്റ് ചെറുതായിട്ട് ഇറങ്ങാൻ നോക്കുന്നതേ ഉള്ളൂ, പക്ഷെ അവിടെ സെൽ എന്നായിട്ടില്ല. കാരണം സെല്ലാണെങ്കിൽ അവിടെ സെല്ല് വന്ന് കൺഫർമേഷൻ കിട്ടണം, ഇല്ലെങ്കിൽ അതൊരു ട്രേഡ് സെല്ലേക്ക് ആകത്തില്ല. ഇപ്പം കാണിക്കുന്ന കളറ് എക്സ്ട്രാ കളറിന് ഓറഞ്ച് കളറാണ്, അവിടെ റിവേഴ്സ് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് വാണിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എക്സിറ്റ് ചെയ്യാം, പക്ഷേ അവിടെ ഒരു സെൽ ട്രേഡ് എടുക്കാൻ പാകത്തിനൊരു ട്രേഡ് ആയിട്ടില്ല. ചില സമയത്ത് മാർക്കറ്റ് ഡൗൺ ഇറങ്ങി തിരിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പ്രോപ്പർ സെല്ല് തരായിരിക്കുന്നത്. പ്രോപ്പർ സെല്ല് തന്നാൽ കൺഫേം ആയാൽ മാത്രമേ അവിടെ ട്രേഡ് എടുക്കാവൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം.